വിദ്യാമ്മയുടെ കാര്യമോർത്ത് നീ പേടിക്കേണ്ട ദേവുട്ടി. വിദ്യാമ്മയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല. വിദ്യാമ്മ എവിടെ പോയതാണെങ്കിലും തിരികെ വന്നോളൂ. വിദ്യാമ്മയെ കാത്ത് അമ്മയും വന്നിട്ടുണ്ട്. വർഷയോപ്പമുണ്ട്. വിദ്യാമ്മയുടെ മുന്നിൽ വെച്ച് നിന്റെ ഒപ്പം നിന്ന് മന്ത്രം ഉരുടാൻ വേണ്ടിയിട്ടാണ് അമ്മ കാത്തിരിക്കുന്നത്. നീ വിഷമിക്കണ്ട. നമുക്ക് കുറച്ചു നേരം കൂടി കാക്കാം. അതിനുള്ളിൽ ചിലപ്പോൾ വിദ്യാമ്മ വരുമായിരിക്കും. പക്ഷെ അതുവരെ അമ്മയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന എൻ്റെ ഒരു ടെൻഷൻ. അമ്മ ക്ഷമയോടെ കാത്തു നിൽക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ വാ. എവിടെ മൂകാംബികയുടെ അനുഗ്രഹമുള്ള വിദ്യാമ്മയും ദേവൂട്ടിയും? ആരും കാണുന്നില്ലല്ലോ. ദേ മോൻ കാമുകിയും കുട്ടി വരുന്നുണ്ട്. എവിടെ ഇവരുടെ മെന്റർ വിദ്യാമ്മ? അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ? എവിടെ ഇവിടെ ഉണ്ടാവൂന്ന് പറഞ്ഞ വിദ്യാമ്മ? വിദ്യാമ്മ ഇതുവരെ അമ്പലത്തിൽ വന്നിട്ടില്ല. അത് സാരമാക്കണ്ട അമ്മേ. ദേവൂട്ടിയോടൊപ്പം നടക്കി നിന്ന് മന്ത്രം ഉരുവിട്ടാൽ മാത്രം മതി. അതെങ്ങനെ ശരിയാവും? ഇവളുടെ മാത്രം മുന്നിൽ വെച്ച് ഞാൻ മന്ത്രം ഉരുവിട്ട് കാര്യം വിജയിച്ചാൽ ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോവില്ലേ? അമ്മ എന്താ ആലോചിക്കുന്നത്? വിദ്യാമ്മ കൂടെ വന്നിട്ട് മതിയെന്നാണോ അമ്മ പറയുന്നത്? ആ, ദേവൂട്ടിയുടെ അഭിപ്രായവും അത് തന്നെയാ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ശ്രീകലാമ്മേ. അവര് വന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് മന്ത്രം ഉരുവിട്ട അമ്മയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതിന് പകരം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടിയില്ലല്ലോ. ആ അതെ, അതല്ലേ ഞാനും പറഞ്ഞത്. ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കാണിച്ച് വിദഗ്ധ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പകരം ഈ തട്ടിപ്പിനൊക്കെ നിന്ന് കൊടുക്കണോ? അവർക്കേ കാര്യം നടക്കില്ലെന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് അവര് മുങ്ങിയത്. എന്താണ് ഇവള് പറയുന്നത്? കാര്യം അറിയാതെ വിദ്യാമ്മയെ അധിക്ഷേപിച്ച് സംസാരിക്കരുതെന്നാ ദേവൂട്ടി പറഞ്ഞത്. എങ്കിൽ കാര്യം അറിയിച്ചു തരാൻ നിന്റെ വിദ്യാമ്മയോട് പറയേ. ഇനിയിപ്പൊ അവരില്ലെങ്കിലും അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നീ മതിയല്ലോ. എന്തേ നിനക്ക് പറ്റില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വെറും തട്ടിപ്പാണെന്ന്. കുറ്റപ്പെടുത്തലിൽ നിന്നും പരിഹാസത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ ദേവി. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എനിക്ക്. ദേവി രക്ഷിക്കണേ. ശ്രീകലാമ്മേ, ഇനി അവര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ, ശക്തി തെളിയിക്കാൻ വന്നവളും തോൽവി സമ്മതിച്ച് തിരിച്ചുപോയി. ഇനിയും നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണോ? നമുക്ക് പോയാലോ? പക്ഷേ
ദേവൂട്ടി ഇപ്പൊ വരും. ആ സമയം കൊണ്ട് വിദ്യാമ്മയും വന്നുകൂടായികയില്ല. ആ, 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 ആ. അമ്മേ പ്ലീസ്, എന്തായാലും ഇത്ര നേരം നിന്നില്ലേ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യേ. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പറയുന്നത്. ഇനിയിപ്പോ അവര് വന്നാലും അവരുടെ അത്ഭുത സിദ്ധി കൊണ്ട് ശ്രീലാമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് വെയിൽ കൊണ്ടിട്ട് ഒരു കാര്യമില്ല.